ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നപ്പോ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്വതന്ത്രം. അദ്ദേഹത്തിന് 10 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. 10 പറഞ്ഞപ്പോ നിങ്ങൾ ഞെട്ടിയോ? എന്റെ മാതാവിനും പിതാവിനും 10 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. ഒരാൾ 1.5 വയസ്സിൽ നിന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ബാക്കി 9 മക്കളുണ്ട്. 9 പേരും സുവിശേഷകരാണ്. ഓ, നല്ലൊരു സ്വതന്ത്രം പറഞ്ഞാല് ഹല്ലേലൂയ. എന്നെയും കൃപയാൽ യാതൊരു യോഗ്യതയില്ലാത്ത എന്നെയും ദൈവം തിരഞ്ഞെടുത്ത് ഈ പദവിയിലാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. പുകഴാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. ദൈവം നടത്തിയതുകൊണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവമാണ് കാര്യങ്ങളെ ചെയ്തത്. ജെയിംസ് ഹെർനാൻഡസ് ഇവിടെ വന്നതുകൊണ്ട് സ്വതന്ത്രം അത്ഭുതങ്ങൾ നടക്കണമെന്നില്ല. നമ്മുടെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഫലം ശക്തമായി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ പോകുകയാണ്. ശുശ്രൂഷിക്കുന്ന സഭകളിലും വ്യക്തികളിലും ഒക്കെ നേരിട്ട് വിടുതൽ കാണും. അതാണ് സ്വതന്ത്രം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രം അവിടെ ഉണ്ട് വിടുതൽ, ഇവിടെ ഉണ്ട് വിടുതലില്ല. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഈ സഭയിലും വ്യക്തികളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാ സ്വതന്ത്രം ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിലായിരിക്കും. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ബാംഗ്ലൂരിലൊക്കെ ഭയങ്കര ചലനങ്ങൾ ഇല്ലേ സഹോദര? ചലനങ്ങളാ പരിശുദ്ധാത്മാവ് നടത്തി. അങ്ങനെങ്കിൽ ഇന്ന് പകൽ സ്വതന്ത്രം നമ്മുടെ ദൈവം ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്ക്. കരണ്ട് മാസം ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 9ാം ദിവസം പകരുമെന്ന് വിശ്വസിക്കുന്നവർ ആഗ്രഹം തുറന്ന് മക്കളെ, ഇന്ന് ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഇന്നിവിടെ ഉണ്ട്. സ്തോത്രം. സമയങ്ങൾ പോയെന്നും പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ വ്യക്തിപരമായി എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ വന്നാൽ മതി. പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. രാത്രിയിലും സ്വതന്ത്രം. രാത്രി വരെ എത്ര മണിക്കായി മീറ്റിംഗ് കഴിയുന്നത്? 9 മണി വരെ ഞാനിവിടെ ഉണ്ട്. സ്വതന്ത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 66-ാം വാക്യവും 80-ാം വാക്യവും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എല്ലാവരും കേട്ടവരെല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലൂടെ വ്യക്തിപരമായി മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്ന മതി. ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്വതന്ത്രം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കരമൊന്ന് ഉയർത്തിക്കേ. അറിയില്ലേ? നന്നായി വർദ്ധിക്കൂ. സ്വതന്ത്രം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. സ്വതന്ത്രം. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. വാഞ്ചയോടുകൂടി ഇരിക്കുക. കാത്തിരിക്കുന്നവരുടെ മേലാണ് അഭിഷേകം അല്ലേ? അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങി കാത്തിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. സ്തോത്രം. കേട്ടവരെല്ലാവരും
അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. എല്ലാവരും വായിച്ചോ? അത് എല്ലാവരും കണ്ടോ? ഇനി എല്ലാ ബൈബിളും അടയ്ക്കണം. എന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ ഇരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. കേട്ടവരെല്ലാവരും പറഞ്ഞേ, അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗ വിഷയം ഈ പൈതൽ എന്താകും. ഇതാണ് നമ്മുടെ വിഷയം. നല്ലൊരു ചോദ്യചിഹ്നമാ അല്ലെ? വചനം അകത്തങ്ങോട്ട് പ്രവേശിപ്പിക്കണം. വചനത്തിന്റെ ശക്തി വ്യാപരിക്കണം. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ മാറും, പ്രവചനം മാറും, എന്ന ദൈവവചനം നിലനിൽക്കും. വചനത്തിലൂടെയുള്ള ശക്തമേറിയൊരു വിടുതൽ. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ വ്യക്തിപരമായി പ്രവചനമില്ല? ഉണ്ട്. മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ എന്ന പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാൽ മതി. ഒരറ്റം മുതൽ പരിശുദ്ധാത്മാവ് വിവേചിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടും. ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ്. ദൈവം വ്യത്യസ്ത കൃപാവരങ്ങളാൽ ദൈവം എന്നെ നിറച്ചു. കൃപയാൽ അന്നു മുതൽ ഇന്നു വരെ ഹല്ലേലൂയ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോക രാജ്യങ്ങളിൽ ഈ ദൈവവചനവുമായി പോകുവാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ, എല്ലാവരും പറഞ്ഞേ, ഈ പൈതൽ എന്താകുമെന്ന്. നമ്മുടെ ചോദ്യമാണ്, ഈ പൈതൽ ആരോടാണ് ഈ പൈതൽ എന്ന് പറയുന്നത്? ഈ പൈതൽ എന്ന് പറയുന്നത് ആരെ നോക്കിയാണ്? യേശുവിനെ, ഇല്ലേ? ആണോ? യേശുവിനെ എന്ന് പറഞ്ഞവർ കൈയൊന്ന് ഉയർത്തിക്കേ. നന്നായി ഒന്ന് ഉയർത്തുക. യേശുവിനെ നോക്കി അല്ല പറഞ്ഞു. നിങ്ങൾ ബൈബിൾ വായിക്കുന്നില്ലെന്ന അർത്ഥം. പിന്നെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. ഈ പൈതൽ എന്താകുമെന്ന്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ശിശു ഈ ചോദ്യം വലിയ ഒരു ആളോടാണ് ചോദിച്ചെങ്കിൽ വലിയ പ്രാധാന്യമില്ലായിരുന്നു. ഒരു 50 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന ആളിനോട് എന്തായി തീരുമെന്ന് പറഞ്ഞാൽ വലിയ പ്രയോജനമൊന്നുമില്ല, പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഈ പൈതൽ എന്താകുമെന്ന് പറയുമ്പോ ഈ കുഞ്ഞിന്റെ വയസ്സറിയാമോ? 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, പിന്നെ എത്ര വയസ്സുണ്ട്? അത് ബൈബിളിൽ നോക്കരുത്. എത്ര വയസ്സുണ്ട് പറയാമോ? 1 വയസ്സില്ല, 6 മാസം ഇല്ല, 3 മാസം ഇല്ല, 1 മാസം ഇല്ല, 10 ദിവസം ഇല്ല, 8 ദിവസം പ്രായമായ, അതിന്റെ മുകൾ ഭാഗത്തിൽ കിടപ്പുണ്ട് കേട്ടോ. 8 ദിവസം പ്രായമായ ഈ കുഞ്ഞിനെ നോക്കി ഈ കുഞ്ഞ്, ഈ പൈതൽ എന്താകുമെന്ന് സ്വതന്ത്രം പറയുകയാണ്. അപ്പോൾ എത്ര ദിവസം? മറക്കരുത് കേട്ടോ. 8 ദിവസം. 8 ദിവസം പ്രായമായ ഈ കുഞ്ഞിനെ നോക്കി കേട്ടോ, ഇവൻ, ഈ പൈതൽ എന്താകുമെന്ന് പറയും. അപ്പോൾ 8 ദിവസം പ്രായമായ ദിവസമായ ഈ കുഞ്ഞിനെ നോക്കി അവിടെ കൂടി വന്നിരിക്കുന്നവർ ഇവൻ എന്താകും എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അങ്ങനാണെങ്കിൽ ഈ ചോദ്യത്തിന് നല്ല ഒരു ആൻസർ കൊടുക്കണം.
കൊടുക്കണോ? എന്താകുമെന്ന് ഈ പൈതൽ എന്താകുമെന്ന് ചോദിക്കുമ്പോൾ 8 ദിവസം പ്രായമായ ഈ കുഞ്ഞിനെ നോക്കി സ്വന്തം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നല്ല ഒരു ആൻസർ കൊടുക്കണമെങ്കിൽ സ്വന്തം ചരിത്രത്തിന്റെ ഏടുകൾ നമ്മൾ പുറകിലോട്ടൊന്ന് പോകണം. സ്വന്തം 1-ാം അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വന്തം ഹല്ലേലൂയ ഇതിന്റെ ചരിത്രം പറഞ്ഞു വന്നാലേ ഈ കുഞ്ഞിന് എന്താകുമെന്ന് പറഞ്ഞ ഈ ചോദ്യത്തിന് ആൻസർ ലഭ്യമാകുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അല്പമാകുന്ന ചരിത്രത്തിലേക്ക് സ്വത്രം നാം ഒന്ന് പോയിട്ട് തിരിച്ചു വരും. സ്വത്രം ശ്രദ്ധിക്കണേ. യോഹന്നാൻ സ്നാപകൻ ഈ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് 1-ാം അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പിതാവിന്റെ പേരെന്താണെന്ന് അറിയാമോ? സക്കറിയാവ്. അമ്മയുടെ പേര് എലിസബത്ത്. സക്കറിയാവും എലിസബത്തും മനോഹരമായ 2 പേരുകളാ. സക്കറിയാവ്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറുപ്പം മുതൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതനായിരുന്നു സ്വന്തം യോഹന്നാൻ സ്നാപകന്റെ പിതാവ്. എന്താ പേര്? സക്കറിയാവ്. നിങ്ങൾ സ്വന്തം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. സ്വന്തം സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിച്ചു വിടാൻ സ്വന്തം ആഗ്രഹിക്കാത്ത. സ്വന്തം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ പുരോഹിതനായി ദൈവനാമ മഹത്വത്തിന്. അപ്പൊ പുരോഹിതൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരാണോ അവനൊരു പുരോഹിതനാണ്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും 2ആയി സ്വന്തം നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തം ദൈവത്തിന്റെ നാവായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ നാവായി ജനത്തിനോട് പാപമാണെന്ന് കുറവുകളെ വെളിപ്പെടുത്തി ദൈവത്തിന്റെ അരുളപ്പാടുകൾ മുഖം നോക്കാതെ വലിയവനെന്നോ ചെറിയവനെന്നോ കുല മഹിമ ജാതി വ്യത്യാസമില്ലാതെ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ നാവാണ്. ദൈവം പറയുന്ന ആലോചനകൾ അനുസരിച്ച് ജനത്തിന് കൈമാറിയവരെ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അടുത്ത ഒരു തലമുണ്ട്. അത് പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ഇടയിൽ ചെന്ന്, ശ്രദ്ധിക്കണേ, ജനത്തിന്റെ ഇടയിൽ ചെന്ന് ജനത്തിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവമുണ്ടാകെ കേട്ടോ അറിയിച്ചവരെ പുരോഹിതന്മാരെന്ന് ആദ്യം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചെറുപ്പം മുതൽ ജനങ്ങൾക്ക് വേണ്ടി ആലയത്തിലെ ശുശ്രൂഷകനായി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നുകൊണ്ട് ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വന്തം പുരോഹിതനായിരുന്നു ആര്? സക്കറിയ. ഇനി എലിസബത്തിനെ നോക്കിയേ. സ്വന്തം അഹരോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 പേരുടെയും സ്വന്തം ഓടിച്ചൊന്ന് വിടാമോ? അതിന്റെ മുൻഭാഗം ഒന്ന് വിടാമോ? ബൈബിൾ എടുക്കണ്ട, ഇവിടെ കാണാം. അതിന്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ, 1-ന്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ സ്വന്തം നമുക്കൊന്ന് നോക്കാം. 5 മുതൽ താഴോട്ട് വരണം. ഓക്കെ, സ്വന്തം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്വന്തം കണ്ടോ? 5-ാം വാക്യം, ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 2 പേരുടെയും ബാക്ക്ഗ്രൗണ്ട് നോക്കി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുരോഹിത കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ആര്? സക്കറിയാവും എലിസബത്തും. പക്ഷേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമ്പോഴും അവർക്കൊരു ശൂന്യത ഉണ്ടായിരുന്നു. കണ്ടോ? അവർക്ക് എന്നാ ശൂന്യത എന്ന് നമുക്കറിയാം. എന്താ? തലമുറകളില്ലാത്ത ശൂന്യത. ഹല്ലേലൂയ. കണ്ടോ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ നിൽക്കുമ്പോഴും അവർക്ക് എന്തുണ്ട്? ഒരു ശൂന്യത ഉണ്ടായിരുന്നു. അത് തലമുറകളില്ലാത്ത ശൂന്യതയാണ്. ഇനി ശ്രദ്ധിക്കണേ, ഇവരെ
ഇവരെ നോക്കി കർത്താവ് സാക്ഷ്യം പറഞ്ഞ രണ്ട് സാക്ഷ്യത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്വത്രം. രണ്ട് സാക്ഷ്യം. സ്വത്രം. ഹല്ലേലൂയ. നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആറാം വാക്യം രണ്ട് സാക്ഷ്യം കാണുന്നു. ഒന്ന്, ദൈവസന്നിധിയിൽ ഇരുവരും. കേട്ടോ, നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച്. ഇരുവരും എന്നാ കാണുന്നത്. ഒരാളിനെ കുറിച്ചല്ല ദൈവം സാക്ഷ്യം പറയുന്നത്. ആണോ? അല്ല, ഇരുവരും. ഞാൻ അനേക കുടുംബത്തിലെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. വ്യക്തികൾ പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്. ചിലർ പറയും, ആ വീട്ടിൽ അമ്മാമ്മ എന്ത് പഞ്ചപാവമാണെന്ന് അറിയാവോ? കേട്ടോ, പഞ്ചപാവ. അവിടുത്തെ അച്ചായ ഭയങ്കര, ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞ എന്തോ ഭയങ്കര മൂപ്പ. ഇതാണ് മനുഷ്യന്റെ സാക്ഷ്യം. ചിലര് പറയും, ഓ ആ അച്ചായനില്ലേ, ആ അച്ചായൻ എന്നാ നല്ല സ്വഭാവമാ. അച്ചായന്മാർക്ക് ഇപ്പോഴാ സന്തോഷമായി. എന്നാ നല്ല സ്വഭാവമാ. അദ്ദേഹത്തിനെ പോലെ ഒരു പഞ്ചഭാവം ഈ ലോകത്തിൽ ഇല്ല. പക്ഷെ അവിടുത്തെ അമ്മാമ ശകലം ആരും മിണ്ടുന്നില്ലല്ലേ, എന്നോട് പിണങ്ങിയോ? ശകലം പൂപ്പ. വായിക്ക് ചുറ്റും. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞതാണ്. ഇത് മനുഷ്യന്റെ സാക്ഷ്യമാ. മനുഷ്യൻ പറയുന്ന സാക്ഷ്യത്തിനും വിലയില്ല കേട്ടോ. 5 രൂപ കൂടുതൽ കൊടുത്താൽ, 10 രൂപ കൂടുതൽ കൊടുത്താൽ, 100 രൂപ കൂടുതൽ കൊടുത്താൽ പറയും അവളെ പോലെ അവനെ പോലെ സത്യസന്ധൻ. ഇല്ല, ഇത് മനുഷ്യന്റെ സാക്ഷ്യമാ. മനുഷ്യൻ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിൽ യാതൊരു പ്രയോജനമില്ല. ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം. ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ, മനുഷ്യർ നമ്മെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാലും അത് ഒന്നും അല്ല. എന്നാൽ മനുഷ്യരാരും നിന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ആ സാക്ഷ്യത്തിന് 100 മാർക്ക്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു തുടങ്ങി. ഇവിടെ ദൈവം അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ രണ്ട് സാക്ഷ്യം. നമ്പർ 1, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. എന്നാ? നീതിയുള്ളവർ. നീതി എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. ഇന്ന് പല സ്ഥാപനങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നീതി സ്റ്റോർ, അല്ലേ? എന്തിനാണ് പറയും, നമ്മുടെ മെഡിസിൻ ചെന്നാലും നീതി സ്റ്റോർ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു നീതിയും അവിടെ ഇല്ല. അനീതിയാ ഇതിലെടുത്തും, ഇല്ലേ? എന്നാൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നീതിമാൻ. നമ്മെ കുറിച്ചും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണം. അധികം സ്തോത്രം പറയത്തില്ല. സ്തോത്രം അനുഗ്രഹിക്കാനുള്ള പദ ഇന്ന് പകലില്ല. നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് അതിന്മേലൊരു അടിച്ചുപണി ഇന്ന് പകലിലും നടത്തണം. അതാണ് യഥാർത്ഥ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ക്ലിയറാകേണ്ട വിഷയത്തെ ക്ലിയറാകണം. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സാക്ഷ്യം പറയണം. കർത്താവ് സാക്ഷ്യം പറയണം. കണ്ട, ഇരുവരും, ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. പറഞ്ഞേ, നീതിയുള്ളവരും. സത്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവരെ കുറിച്ച് പറഞ്ഞ രണ്ട് സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പകൽ കുടുംബമായി ഹല്ലേലൂയ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവരുടെ ഉണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം. അതാ, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സത്യം ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും ചോദിച്ചാൽ എവിടെ പോവാ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും?
അവിടം വരെ പോവാന്ന് പറയും. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല വാസ്തവം. അവിടം വരെ മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം മറുവശമുണ്ട്. ചിലതിനോട് നേര് പറഞ്ഞാൽ ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് വളകത്ത് പോവാന്ന് പറഞ്ഞാൽ ശരിയാകാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ വരെ അവിടെ വരെ പോവാണെന്ന് പറയുന്നത്. സത്യം ഉണ്ടായിരിക്കണം. അധരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകൾക്ക് സത്യം ഉണ്ടായിരിക്കണം. സ്വന്തം മനസ്സിലെന്ന് എനിക്കറിയാം. വിവേചിച്ച് പരിശുദ്ധാത്മാവ് ജനത്തിലേക്ക് ദൂത് പറയുന്നു. ഉടനെ നമ്മുടെ വാക്കുകൾക്ക് സത്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സത്യം ഉണ്ടായിരിക്കണം. നമ്മുടെ നടപ്പിന് സത്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഇടപാടുകൾക്ക് സത്യം ഉണ്ടായിരിക്കണം. വാക്കു പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തിക്കണം. സത്യം മാത്രമേ പറയാവൂ. തല പോയാലും സത്യത്തിന് വേണ്ടി നിൽക്കണം. അത് നമ്മുടെ കയ്യിലുള്ള സത്യവേദപുസ്തകമാകയാ. സത്യത്തിന് വേണ്ടി നാം ആരാധിക്കുന്നത് സത്യമായതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ. അതരങ്ങൾ കൊണ്ട് പറയുന്ന പല വാക്കുകളും സത്യം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ദൈവം പറഞ്ഞ സാക്ഷ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്ന് ശ്രദ്ധിച്ചോ? കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു അവർ. കർത്താവിന്റെ കൽപ്പന എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പ്രമാണമാണ്. ശരിയല്ലേ? 66 പുസ്തകങ്ങളുടെ വിശുദ്ധ ബൈബിളിൽ എങ്ങനെ നടക്കണമെന്നും എങ്ങനെ നടക്കരുതെന്നും എങ്ങനെ സഞ്ചരിക്കണമെന്നും എങ്ങനെ സഞ്ചരിക്കരുതെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ഭക്ഷിക്കണമെന്നും എല്ലാം പറഞ്ഞു തരുന്ന ഏക ഗ്രന്ഥം നമ്മുടെ വിശുദ്ധ ബൈബിളാണ്. ഇത് നമ്മുടെ ആധാരമാണ്. ഇത് നമ്മുടെ കൽപ്പനയാണ്. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ഇത് നമ്മുടെ കൽപ്പനയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സകല കൽപ്പനകൾ അടങ്ങിയ വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കി ഒരു ജീവിതമാണ് ഇന്ന് പകലിലും നാം നയിക്കേണ്ടത്. സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി എന്ന് പറഞ്ഞ എന്നാ? ആർക്കും ഒരു ആക്ഷേപം വരാത്ത വിധത്തിൽ നമ്മുടെ ഹിതത്തിന് വേണ്ടി ദൈവഹിതം വളച്ചൊടിക്കരുത്. നമ്മുടെ ഹിതത്തിന് വേണ്ടി ദൈവഹിതം വളച്ചൊടിക്കരുത്. ദൈവഹിതം ആദ്യം അറിഞ്ഞിട്ട് അത് നമ്മുടെ ഹിതത്തിന് താഴെ പ്രാധാന്യം നൽകി നാം സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കാൻ എന്റെ സഭയോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്നുവരെ ആലോചനകൾ കൈമാറുകയാണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ ഈ രണ്ട് കാര്യം നമുക്കുണ്ടായിരിക്കണം. ഒന്ന്, നീതിയുള്ളവരായിരിക്കണം. രണ്ട്, സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ല, യാതൊരു കുറവുകളും ഇല്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. ആര്? എലിസബത്തും സക്കറിയാവും. കണ്ടോ? ദൈവം അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ഈ സാക്ഷ്യം നിലനിൽക്കുമ്പോഴും കണ്ടോ? ഈ സാക്ഷ്യം നിലനിൽക്കുമ്പോഴും സ്വന്തം അകത്തവർ ശൂന്യത അനുഭവിച്ചു. ദൈവം നിന്നെ നോക്കി സാക്ഷ്യം പറയുമ്പോഴും ചില വേദനകളിലൂടെ കടക്കുന്നവർ, ചില പരാജയങ്ങളിലൂടെ കടക്കുന്നവർ, ചില ശോധനകളിലൂടെ കടക്കുന്നവർ ഇന്ന് പകൽ
ദൈവം നേരിട്ട് സാക്ഷി പറയുക. അവർ നീതിയുള്ളവരാണ്. സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്ത മനസ്സാക്ഷികളുടെ ഉടമസ്ഥരായിരുന്നു. കുറ്റമില്ലാത്ത നടക്കുന്നവരുമായിരുന്നു അവർ. ദൈവം അത്രമാത്രം സാക്ഷ്യം പറഞ്ഞിട്ട് എന്താ ദൈവമേ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്ന് നമുക്ക് തോന്നിയേക്കാം. ഹലോ സ്വത്രം മക്കളില്ലാത്തവരായി ഇപ്പോൾ സ്വത്രം ചെറുപ്പമല്ല ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുക. ദൈവമക്കളെല്ലാം എന്റെ കൂടെ വരണം. സ്വത്രം ചെറുപ്രായത്തിലെ ആദ്യത്തിലെ ശുശ്രൂഷകരായി പല കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷൻ നടത്തി കാണും അല്ലേ? പല ദമ്പതിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. പല ദമ്പതിമാരുടെ വിവാഹം നടത്തിക്കൊടുത്ത് അവരെ ആശീർവദിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ സ്വന്തം മാറോട് ചേർത്ത് പിടിച്ച് വാർദ്ധക്യമായിരുന്നിട്ടും നിങ്ങൾക്കതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമോ? ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞവരെ വാർദ്ധക്യമായിരുന്നിട്ടും സ്വന്തം ഓരോ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പ്രതിഷ്ഠിക്കുമ്പോഴും ചിലരൊക്കെ ചൂണ്ടുവിരച്ചുകൊണ്ട് എന്താ പ്രവാചക, എന്താ പുരോഹിത, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാത്ത, നിന്റെ ജീവിതത്തിൽ എന്താ ഒരു വിടുതലില്ലാത്ത, നിന്റെ ജീവിതത്തിൽ എന്താ ഒരു അനുഗ്രഹമില്ലാത്ത, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ എന്താ ഒരു വിടുതലില്ലാത്ത, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുക, നാളുകളായില്ലേ, വർഷങ്ങളായില്ലേ, എന്താ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിക്കാൻ കഴിയാത്തത്? നീ ഭാരപ്പെടണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. അസാധാരണമായ ദൈവശക്തി ഈ ആയത്തിൽ ഞാൻ അനുഭവിക്കുന്നു, എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് പകലാണ് ഇപ്പോൾ 3 കിലോമീറ്റർ വരെ ദൈവിക സാന്നിധ്യം കൊണ്ട് വ്യാപരിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ദൈവിക ശക്തി വെളിപ്പെടുക. നിങ്ങളുടെ തലമുറകൾ എവിടെയായിരിക്കും ആ രാജ്യത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ ഒരു നിയോഗത്തിന്റെ കരം, ഒരു നിയോഗത്തിന്റെ കരം, ഒരു നിയോഗത്തിന്റെ കരം ശക്തമായി ഇന്ന് വെളിപ്പെടുകയാണല്ലോ. ഒരു നിയോഗത്തിന്റെ കരം വിശ്വസിക്കുന്നവരിലേക്ക് ഒരു നിയോഗം
വ്യക്തമായി വെളിപ്പെടുത്തണം. നിങ്ങളൊക്കെ വിശ്വസിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഒരുങ്ങിയാ വന്നിരിക്കുന്നത്. സ്വതം 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 എത്ര പേരുണ്ടോ അവരെല്ലാം ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയുള്ള ശുശ്രൂഷയാണ് ദൈവം എന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ജെയിംസിയോനെ ആണെന്ന് കാണിക്കാനല്ല, ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവാ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അതെ, തമ്പുരാൻ ഇതിന്റെ മധ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളില്ല, തമ്പുരാൻ ചെയ്തോളും. സ്വന്തം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയുന്നു. സ്വന്തം ശക്തമേറിയ ഒരു പ്രകാശം ഇവിടെ കടന്നു വന്ന് ചിലരുടെ മേലെ അത് അടിച്ചിട്ടുണ്ട്, ചിലരുടെ മേലെ അത് അടിച്ചിട്ടുണ്ട്, ഭവനത്തിന്റെ മേലെ അത് അടിച്ചിട്ടുണ്ട്. ചില രേഖകളെയൊക്കെ ദൈവമാവ് തിരുത്താൻ പോവാ. ചില രേഖകളെയൊക്കെ നിനക്കെതിരെ, ചില രേഖകൾ പണി ഉയർന്ന ചില രേഖകളെ അനുകൂലമാക്കാൻ പോവുക. നിന്റെ കുടുംബത്തിനെതിരെ പറയുന്ന രേഖകളെ വിട്ടുകൊടുക്കണം. ഇത് നമ്മുടെ ചിന്തയും നമ്മുടെ നിയന്ത്രണവുമല്ല, പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്താൽ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ചെയ്യും ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചോ? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? വാചനം അയച്ച് ചിലരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് വെളിപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. ശക്തമേറിയ രണ്ട് സാക്ഷിയല്ലേ ദൈവം പറഞ്ഞേ. ഇതുവരെ നീതിയുള്ളവരും ദൈവസന്നിധിയിൽ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടു. എന്തുകൊണ്ട് ശൂന്യത അനുഭവിച്ചു? ദൈവം സാക്ഷ്യം പറഞ്ഞാലും ചില ശൂന്യതകൾ അനുഭവിക്കും. ദൈവം സാക്ഷ്യം പറഞ്ഞാലും ചില കഷ്ടതകൾ വരും. വരുമോ? വരും. ശത്രു കൊണ്ടുവരുന്ന കട്ടളയാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞെങ്കിലും ചില നിന്ദകൾ, ചില അപമാനങ്ങൾ വരും. ഞാൻ ഭാരപ്പെട്ടു പോലെ അപുരാന്തിന്റെ കാലത്തെ പിടിച്ചപ്പോൾ ഈ ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ ഒരു ഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ദൈവം സാക്ഷ്യം പറഞ്ഞ 4 സാക്ഷ്യത്തിനുടമാണ്. ആരാണ്? ഇയ്യോബ്. ഭൂദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ 4 സാക്ഷ്യം. നമ്പർ 1, അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട്. 4 സാക്ഷ്യം. ദൈവം അവനെ കുറിച്ച് 4 സാക്ഷ്യം പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. 4 സാക്ഷ്യം. കണ്ടോ? എല്ലാരും കണ്ടോ? അത് നിഷ്കളങ്കൻ. അവനെ പോലെ നിഷ്കളങ്കൻ ആരുമില്ല. അവനെ പോലെ നേരുള്ളവൻ ആരുമില്ല. അവനെ പോലെ ദൈവഭക്തൻ ആരുമില്ല. ഉണ്ടോ? അവനെ പോലെ ദോഷം വിട്ടകലുന്ന ഒരുവനുണ്ടോ ഭൂദേശത്ത്? ഇല്ല. ദൈവം പറഞ്ഞ 4 സാക്ഷ്യം നിലനിൽക്കുമ്പോൾ തന്നെ ആ സാക്ഷ്യങ്ങളെ വിട്ടെറിയാൻ വേണ്ടി പ്രതിസന്ധികൾ വന്നില്ലേ അവന്? പ്രയാസങ്ങൾ വന്നില്ലേ അവന്? വന്നോ? അപ്പൊ സാക്ഷ്യം ദൈവം പറയുമ്പോഴും പ്രതിസന്ധി ശത്രു കൊണ്ടുവരും. എന്നാൽ ദൈവം പറഞ്ഞ സാക്ഷ്യത്തിൽ നീ അടിയുറച്ച് വിശ്വസിക്കാൻ തുടങ്ങിയ അപ്പുറത്തൊരു കരം നിനക്ക് വേണ്ടി വെളിപ്പെടും, നിശ്ചയമാണ്. ദൈവത്തെ 4 സാക്ഷ്യം പറഞ്ഞു.
സാക്ഷ്യത്തെ വിട്ടുപോകാൻ വേണ്ടി പ്രതിസന്ധികൾ, കഷ്ടതകൾ അവന്റെ ജീവിതത്തിൽ വന്നു. ഇത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. ദൈവസന്നിധി ദൈവപുത്രന്മാർ നിൽക്കുമ്പോൾ പകരം ആരും കയറി നിന്നു? ആരും കയറി നിന്നു? സാത്താൻ കയറി നിന്നു. സാത്താനോട് ചോദിക്കാൻ, നീ എവിടെ നിന്നാ വരുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് എന്തോ ആടി, ഊടാടി. പെട്ടെന്ന് പറ, പെട്ടെന്ന് പറഞ്ഞ ഊടാടി. ഊടാടി. ചിലർക്കും പുതിയ അന്യഭാഷമല്ലോ. ഊടാടി 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 എന്ന് പറയുമ്പോൾ ചിലർക്കും എനിക്ക് പുതിയ അന്യഭാഷ. ഊടാടി എന്ന് പറഞ്ഞാൽ ചുറ്റി സഞ്ചരിച്ച താൻ വരികയാണ്. സാത്താൻ വരിക. യഹോവ സാത്താനുണ്ട്. എവിടെ നിന്ന് വരുന്നു? ആ ചോദ്യത്തിന് അവൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഊടാടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് വരികയായിരുന്നു. ഉത്തരം. അടുത്ത വാക്ക് പ്രാധാന്യമാണ്. എന്റെ ദാസനായ ഈയോബിന്റെ മേൽ നീ ദിട്ടി വെച്ചോ. എനിക്കറിയാം നീ ദിട്ടി വെക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ എന്താ പറഞ്ഞേ? ഞാൻ ദിട്ടി വെക്കാൻ പോയതാ, പക്ഷേ നീ അവന് ചുറ്റും സകലത്തിലും നീ വേലി കെട്ടിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എന്താ കെട്ടിയേക്കുന്നത്? വേലി കെട്ടിയേക്കുന്നുണ്ട്. ദൈവം ഇതിലെ വേലി കെട്ടിയത് കൊണ്ടാ ഇന്നും പകൽ ഇവിടെ ആയിരിക്കുന്നത്. അപകടങ്ങൾ വന്നപ്പോൾ വേലി ഉണ്ടായിരുന്നു, അനർത്ഥങ്ങൾ വന്നപ്പോൾ വേലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകലിലും ഇവിടെ ആയിരിക്കുന്നത്. അപകടങ്ങൾ വരുത്തി ശത്രു ശക്തമായി തകർത്തുകളെ പ്ലാൻ ചെയ്ത നിമിഷങ്ങൾ ദൈവം ദൈവത്തിന്റെ കരങ്ങളിൽ താങ്ങിയത് എന്തുകൊണ്ടാ പറഞ്ഞേ? നമ്മുടെ മിടുക്കല്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കഴിവല്ല കേട്ടോ. ദൈവം നമ്മെ കുറിച്ച് സകലത്തിനും വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാ വേലിയാ കെട്ടിയേക്കുന്നത്? നമുക്ക് ചുറ്റും എന്നാ വേലിയാ കെട്ടിയേക്കുന്നത്? അത് പറയാമോ? മുഴുവേലിയ, സ്നേഹമതില, ഓ അതാ പറഞ്ഞേ, തീമതില. ശത്രു കെട്ടിവെക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് അടുക്കാത്ത വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? നീ കടന്നുറങ്ങുമ്പോഴും നിനക്ക് ചുറ്റും തീമതിലായി പറഞ്ഞേ ഒരു ശത്രുവും ദുഷ്ടനും അടുത്തു കൂടാൻ വന്നപ്പോൾ അടുത്തേക്ക് വരുവാൻ കഴിയാത്ത ഒരു തീമതിലായി കർത്താവ് വേലി കെട്ടിയിട്ടുണ്ട്. പോരാ
യുദ്ധപോരുകളെ ദൈവമാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റിയിട്ട് ഒരു ദൈവത്തിന്റെ പുറത്തിൽ ചുറ്റും വേദി ചുറ്റും വേദി ചുറ്റും വേദി നിന്റെ ശരീരത്തിൽ ചുറ്റും വേദി പറയുമ്പോൾ തന്നെ ദൈവശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ദൈവശക്തി വെളിപ്പെടുകയാണ്. അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരട്ടെ. ദേശത്തിന്റെ അധിപതികൾ തകരട്ടെ. ഇതൊക്കെ ഉദരത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. അന്യായ പോരുകൾ ചുറ്റും വേദി പറഞ്ഞ് ചുറ്റും വേദി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. കണ്ടോ? നിങ്ങൾ ആ വാക്യം കണ്ടോ? ചുറ്റും വേലി കെട്ടിയത് കൊണ്ട് എനിക്ക് അങ്ങോട്ട്. കർത്താവിനോട് പറയാം, നീ വേലിയൊന്ന് വലിക്ക്. നീ വേലി വിളിച്ച നീ പറഞ്ഞ 4 സാക്ഷികൾ പുറങ്കാൽ വെച്ചടിച്ചിട്ട് ഉടമന ഹന്തല നീ പറഞ്ഞ 4 സാക്ഷിയെ പറഞ്ഞേ നിഷ്കളങ്കൻ നേരിടവൻ ദൈവഭക്തൻ ദോഷം വിട്ടകന്നവൻ പുറങ്കാൽ വെച്ചടിച്ചിട്ട് അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ആര് പറയാ? പിശാച് പറയാ. കർത്താവിനോട് പറഞ്ഞു, അവൻ പോത്തില്ല, അവൻ എന്നെ നന്നായി അറിയാം. ഇതിനകത്ത് ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നന്നായി കർത്താവിനെ രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട്. പ്രതിസന്ധികൾ വരും, പല ബുദ്ധിമുട്ടുകൾ വരും, നിരാശകൾ വരും, വേദനകൾ വരും, കുഞ്ഞ് വേദനകൾ വരും, വേദനകൾ വരും, ഒറ്റപ്പെടുത്തലുകൾ വരും, ഉടനെ നിന്ദകൾ വരും, അപമാനങ്ങൾ വരും, ഉടനെ നിന്റെ സാക്ഷ്യത്തെ ഇല്ലാതാക്കാൻ പ്രതിസന്ധികൾ വരും 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 വരും. പക്ഷേ നീ നന്നായി അവരെ രുചിച്ചറിഞ്ഞ നീ കട്ടത വരുന്ന കർത്താവ് പറഞ്ഞു, കട്ടത ഞാൻ വിതറത്തില്ല, നീ വിതറിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, പ്രാണനെ മാത്രം തുടരും. നീ പ്രാണനെ മാത്രം തുടരും. ഒന്നാമത്തെ കഷ്ടം അവന്റെ ശരീരത്തിലാണ്. ചരിത്രം നമുക്കറിയാം ഇല്ലേ? ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പരുക്കളാൽ. ഞാൻ വേറൊരു ചരിത്ര പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി. സ്വതം വ്രണമെന്ന് പറഞ്ഞാൽ അസ്ഥികൾ കാണാമായിരുന്നു. അസ്ഥിയിൽ നിന്ന് മാംസം അഴുകിപ്പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സ്വതം പഴുപ്പിന്റെ അംശം വന്നു കഴിഞ്ഞാൽ എത്ര അസഹനീയമാണ് ആ ദുർഗന്ധം, ശരിയല്ലേ? എന്നാൽ ദേശമാസകൻ വ്രണങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആരും മനസ്സിലാക്കാവോ? അസ്ഥിയിൽ നിന്ന് മാംസം അഴുകിപ്പോവാം. എവിടെ പോയാലും പഴുപ്പും ദുർഗന്ധവും, അശുദ്ധമേറിയ രക്തവും. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കഷ്ടം അവന്റെ ശരീരത്തിൽ വന്നു. എല്ലാരും പറഞ്ഞു, കണ്ട നിഷ്കളങ്ക നേരിട്ടവനെ ദോഷം വിട്ടകലുന്നവനെ. ഇത്ര പ്രതിസന്ധി എന്താണ് അതിന്റെ ജീവിതത്തിൽ? എല്ലാരും പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ എന്താണെന്നറിയാവോ? ദൈവമെന്നെ പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ ഇവിടെ വ്യത്യാസം വരില്ല. ഒന്നാമത്തെ കഷ്ടം ശരീരത്തിലാവണ്ടേ. നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ ശരീരത്തിൽ വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ആ അമ്മച്ചിയുടെ 2 ബ്രസ്റ്റ് ക്യാൻസറാ. ഈ ബ്രസ്റ്റ് അഴുകി 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 എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്റെ വേദന കൊണ്ട് പാസ്റ്റർ ഞാൻ കാണിക്കാം. ബ്രസ്റ്റ് എല്ലാം അഴുകി. ഞാൻ കരം വെച്ച് പ്രാർത്ഥിച്ചു. എത്ര വേദനയാണ് ആ മാതാവ് സഹിക്കുന്നത്. വേദന കൊണ്ട് പറയുക.
അത്രയൊന്നും നമ്മുടെ ശരീരത്തിൽ വന്നില്ലല്ലോ. പുകഴരുത് കേട്ടോ, പുകഴരുത് കേട്ടോ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ ജെയിംസ് യോഹന്നാനെ 12 ഡോക്ടർമാരുടെ വിധി എഴുതി തള്ളിയ ഒരാളായിരുന്നു. ഇപ്പൊ 43 വയസ്സായി. 35ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് 12 ഡോക്ടർമാർ വിധി എഴുതി തള്ളി. ഇനി രക്ഷയില്ല. എന്റെ ലെൻസിനകത്ത് 7 മുഴ ഉണ്ടായി. ഇങ്ങനെ ചുമയ്ക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? 4th സ്റ്റേജിൽ ക്യാൻസർ ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, എനിക്ക് മരിക്കുന്നത് പേടിയില്ല. ചെറുപ്രായത്തിലെ സുവിശേഷത്തിന് വേണ്ടി നിന്നതാണ്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, സഹോദരി, എൻ്റെ പിതാവ്, ഇവരെല്ലാം നീ നോക്കോ. അല്ല, എന്നെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇന്ന് സൗഖ്യമാക്കും. മരിക്കുന്നതിൽ എനിക്ക് പേടിയില്ല. 35ാമത്തെ വയസ്സിൽ ധീരതയോടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. 14ാമത്തെ വയസ്സിൽ സൂക്ഷ്മത വിശ്വസ്തയോടുകൂടെ ഇത്രയും നാൾ ഞാൻ നോക്കി. ഹല്ലേലൂയ. യാതൊരു കുഴപ്പമില്ല കർത്താവേ, നീ എൻ്റെ പ്രാണനെ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോണം. ഭയങ്കര അസഹനീയമാകുന്ന വേദന. അല്ല, നീ എന്നെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ സൗഖ്യമാക്കണം. കർത്താവിനോട് വന്ന് നീ പുറകോട്ടൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷയുടെ ഓരോ പടികൾ ഞാനിങ്ങനെ ചിന്തിച്ചു. ദൈവം എന്നിൽ കൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് കർത്താവ്, എനിക്ക് ഓർമ്മയുണ്ട്. അടൂരിനടുത്ത് തെങ്ങമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അടൂരിനടുത്ത് നമ്മുടെ സ്ഥലമായതുകൊണ്ടാണ് അടൂരിനടുത്ത് തെങ്ങമം എന്ന് പറയുന്ന സഭ. 15 വർഷങ്ങൾക്ക് മുൻപ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം അരഭാഗം സ്വതന്ത്രം താഴോട്ട് തളർന്നുപോയ ഷിജു എന്ന് പറയുന്ന സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. യേശുവിന്റെ നാമത്തിൽ അവൻ എഴുന്നേറ്റ് നരിയാണികൾ ഉറച്ചു. തെങ്ങമ IPC സഭയ്ക്ക് 14 സ്റ്റെപ്പുകളുണ്ട്. എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ അടുത്ത സ്ഥലമായതുകൊണ്ട് 14 സ്റ്റെപ്പ് അവൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഇന്ന് നല്ലൊരു സുവിശേഷകനാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചതിങ്ങനെ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി. നീ പ്രാർത്ഥിച്ചപ്പോ ഞാൻ കൊടുത്ത് വിടുതലുകളൊക്കെ ഓർമ്മയുണ്ട്. കർത്താവ് ഓർമ്മയുണ്ട്. അങ്ങനാണെങ്കിൽ ഞാൻ നിന്റെ സൗഖ്യം കെട്ടുകഥയൊക്കെ കേട്ടോ, ഞാൻ അനുഭവിച്ചതാ. ദൈവം എന്നെ സൗഖ്യമാക്കിയതേ. അത് 5-6 ദിവസം എടുത്തില്ല, ഒറ്റ രാത്രി കൊണ്ടാണ് ദൈവം എന്നെ സൗഖ്യമാക്കിയത്. നല്ലൊരു കണ്ണിയ പറഞ്ഞേ, ഒറ്റ രാത്രി കൊണ്ട്. ഇതിനകത്ത് ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കിയ ദൈവം ഉടനെ നിങ്ങളെ സൗഖ്യമാക്കും. വിശ്വസിക്ക്. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുക. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഉടനെ ശരീരത്തിൽ ഡോക്ടറിനോട് രാവിലെ ദിവസം ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഡോക്ടർ എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ അതിശയിച്ചു. എന്താ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, എനിക്കൊരു CT സ്കാൻ കൂടെ എടുക്കണം. പാസ്റ്റർ നല്ല വിടുതൽ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഗിലയാദിലെ നല്ല വൈദ്യൻ എന്റെ റൂമിലിറങ്ങി എന്നെ തൊട്ട് സൗഖ്യമാണ്. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ 4000 രൂപ കളയുന്നേ. സത്യം ഞാൻ പറഞ്ഞു, എന്റെ വിധി എഴുതി തള്ളിയ 12 ഡോക്ടർമാരുണ്ട്.
ആ 12 ഡോക്ടർമാർ അറിയണം യേശു ആരാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഒറ്റ സൗഖ്യം ദേശത്തെ ചില വ്യക്തികളെ യേശുവിനെ അറിയത്തക്ക നിലവാരങ്ങളിൽ, ദൈവത്തിന്റെ സാക്ഷിയാൻ നിർത്തത്തക്ക നിലവാരങ്ങളിൽ, ചിലരെ അടർത്തിയെടുത്ത് ആലയത്തിൽ കൊണ്ടുവരത്തക്ക നിലവാരങ്ങളിൽ നിന്റെ ഒറ്റ സാക്ഷ്യം മുഖാന്തരം അതിന് കാരണമാകാൻ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. രാജ്യങ്ങൾ തോറും സഞ്ചരിക്കും. തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഈ ദൂതിനൊന്ന് റിസീവ് ചെയ്യണം. ഇതിൽ കൂടെ പല വിടുതൽ പ്രാപിക്കും. മോനെ, ദൈവം നിന്നെ മുൻനിരയിൽ കൊണ്ടുവരും. ഇങ്ങോട്ട് നോക്കി, മുൻനിരയിൽ കർത്താവ് കൊണ്ടുവരും. യെസ്, നിന്റെ കരങ്ങൾ കൊണ്ട് അനേകരെ സഹായിക്കും. ദൈവിക പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. ചില കുടുംബത്തിൽ നീ ഒരു അത്താഴി, യൂറോപ്യൻ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും. വിശ്വസിച്ചോ? ഉടമന ഹന്തര ചില സ്റ്റേറ്റുകളുടെ വാതിലുകൾ, ഉടമന ഹന്തര നീ യാത്ര ചെയ്ത് പോവുകയും വരികയും ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിനക്ക് വേണ്ടി ഒരു അനുകൂലമാകുന്ന സാഹചര്യം വെളിപ്പെടും. ഭാവി മണ്ഡലങ്ങളെ ദൈവമാവ് നിനക്ക് വേണ്ടി തുറന്നു വരും. ഒരു അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ നീ പ്രാപിക്കേണ്ട ദൈവശക്തി നീ കൊടുന്നവർ സൗഖ്യമാകും. കർത്താവ് പറയുന്നു, നീ യാത്ര ചെയ്യുന്നവരിൽ പോലും ദൈവിക ശക്തി വെളിപ്പെടും. നീ സംസാരിക്കുന്ന വ്യക്തികളിൽ പോലും ഒരു അഭിഷേകത്തിന്റെ കരം വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവചിച്ച് തൂതു പറയുന്നു, നീ സംസാരിക്കുന്ന ആളുകളിൽ പോലും. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഉടമന ഹന്തര ഏതൊട്ട് ഇസത്ത് വരെയുള്ള കാര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൻ വെളിപ്പെടുത്തുന്നു. പരാജയത്തിന്റെ ദൈവമല്ല, നിന്റെ കൂടെ വിജയത്തിന്റെ ദൈവമുണ്ട്. ഉടമന നീ പോകുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. ഉടമന ഹന്തര പ്രൗഢമന നീ സംസാരിക്കുന്ന ആളുകളിൽ പോലും നിന്റെ കണ്ണിൽ ദൈവശക്തി വെളിപ്പെടും. നിന്റെ കാതിൽ ദൈവശക്തി വെളിപ്പെടും. നിന്റെ കരങ്ങളിൽ ദൈവശക്തി വെളിപ്പെടും. ദൈവിക പ്രവൃത്തി നീ കാണത്തക്ക നിലവാരങ്ങളിൽ, ചിലർ അനുഭവിക്കത്തക്ക നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ മേൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അസഹനീയമാകുന്ന വേദനയാണ് ഞാൻ അനുഭവിച്ചത്. CT സ്കാൻ എടുത്തുകൊണ്ട് 12 മണിയായപ്പോ മെഡിക്കൽ കോളേജ് ചെന്നു. റൗണ്ട്സ് കഴിഞ്ഞ് ക്യാബിനുള്ളിൽ വിശ്രമിക്കുന്ന 12 ഡോക്ടർമാർ എന്റെ പഴയ CT സ്കാനും പുതിയ CT സ്കാനും പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ലൊരു സമയം പറഞ്ഞോണം കേട്ടോ. പഴയ റിപ്പോർട്ടിൽ കാണുന്ന മുഴയുടെ വലിപ്പവും പുതിയ റിപ്പോർട്ടിൽ ഫിലിമിലും ഇല്ല. ഞാൻ പറഞ്ഞു, നല്ല വൈദ്യനാണ് ഉടനെ എന്നെ സൗഖ്യമാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ വെടിവിച്ച ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ്, സ്വന്തം ഞാൻ 15-ൽ പരം വർഷമായി ഡോക്ടറുടെ സേവനം അനുഷ്ഠിക്കുന്നു. പക്ഷേ ഇന്നലെ കണ്ട മുഴയുടെ വലിപ്പവും 4th സ്റ്റേജിലായ അവസ്ഥയിൽ ഈ സ്വന്തം പാസ്റ്ററിനെ പ്രീസ്റ്റിനെ ഞാൻ കണ്ടപ്പോൾ ഇന്ന് എന്റെ മുൻപിൽ സ്വന്തം മുഴയുടെ വലിപ്പം ഇല്ലെന്ന് പറയുമ്പോൾ അത് ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് കഴിയാത്തത്, ഞാൻ പഠിച്ച ബയോളജിക്ക് കഴിയാത്തത്, ഞാൻ പഠിച്ച സയൻസിന് കഴിയാത്തത് ദൈവത്തിന് ഞാൻ കഴിയുമല്ലോ. ദൈവം
സാക്ഷ്യം, ആ 4 സാക്ഷ്യങ്ങൾ വന്നപ്പോഴും അല്ലേ, മറക്കരുത്, കഷ്ടത അവന്റെ ജീവിതത്തിൽ വന്നു. അവന്റെ ശരീരത്തിൽ കഷ്ടത, ഒന്നാമത്തെ കഷ്ടത. രണ്ടാമത്തെ കഷ്ടത, സ്വതന്ത്രന്റെ രക്തത്തിൽ എന്ന് പറഞ്ഞ ഒരു മോനല്ല മരിച്ചത്, എല്ലാ മക്കളും ഒറ്റ ദിവസത്തിൽ. ഒരാൾ മരിച്ചാൽ അതിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉള്ള എല്ലാ മക്കളും എന്ത് ചെയ്തു? അവന്റെ ഭവനത്തിൽ നഗരത്തിൽ വലുതും ചെറുതുമായ കുഞ്ഞുങ്ങളുടെ മൃത ശരീരങ്ങൾ അടുക്കി വെച്ചപ്പോഴും എല്ലാരും ചോദിച്ചു, നിഷ്കളങ്ക നേരിടവനെ, ദൈവഭക്തനെ, ദോഷം വിട്ടകന്നവനെ, പ്രതിസന്ധി എന്താണ് വന്നേ? 4 സാക്ഷ്യത്തെ പുറംകാൽ വെച്ച് അടിച്ചിട്ട് വാഴ എന്ന് പറയുമ്പോഴും അവൻ പറയുന്ന ഒന്നേ ഉള്ളൂ, ഇത് ദൈവം എനിക്ക് നൽകിയ സാക്ഷ്യമാ. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പറഞ്ഞില്ലേ, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും മരണം നിങ്ങളെ തമ്മിൽ പിരിക്കുന്നത് വരെ അവനെ മാത്രം സ്നേഹിച്ച് അനുസരിച്ച് എന്തോ അങ്ങനെ ചൊല്ലിയവരുണ്ടെങ്കിൽ കുറുക്ക പറഞ്ഞു. കീഴ്പ്പെട്ട് അനുസരിച്ച് പറഞ്ഞില്ല. പിന്നെന്താ മൗനമായിരിക്കും? എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു എന്നും പറഞ്ഞ സ്വന്തം ഭാര്യ പറഞ്ഞു, പോടാ പോയി ജീവിച്ചോളാനാണ് പറഞ്ഞത്. അപ്പൊ ചർച്ച കാരണം വയ്യ ഇവനെ കൊണ്ട്. അവൻ പറഞ്ഞത് അങ്ങനെ, മോളെ നീ പൊട്ടി സംസാരിക്കുന്ന പോലെ എന്നോട് നീ സംസാരിക്കരുത്. നന്മ മാത്രമല്ല തിന്മയും നമ്മൾ പ്രാപിക്കട്ടോ. അതുകൊണ്ട് നന്മ തന്ന ദൈവത്തെ തിന്മ വരുമ്പോൾ കഷ്ടത ജീവിതത്തിൽ ശത്രു നല്ലതാണെങ്കിൽ എല്ലാവരും ചോദിച്ച ചോദ്യചിഹ്നത്തിന്റെ മുൻപിൽ നിങ്ങൾ യോബിന്റെ പുസ്തകം പഠിക്കണം. 37 അധ്യായം തുടങ്ങി 38, 39, 40, 41 അധ്യായം വരെ ചോദ്യങ്ങളുടെ പരമ്പരകളാണ്. യോബേ, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന്റെ മൂക്കിൽ കയറുകൊണ്ട് കെട്ടാമോ? എനിക്ക് അത് തുടങ്ങി ചോദ്യങ്ങളുടെ പരമ്പരകൾ യോബിനെ നോക്കി പറയുമ്പോ അവരുടെ പദവേ പറയുന്നുള്ളൂ. 42 വാക്യം, ആ അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്നും കടാം. എല്ലാവരും പറഞ്ഞു കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാനിപ്പോൾ അറിയുന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെ, എന്റെ ദേഹം ഇങ്ങനെ ചരിച്ചാലും ഞാൻ ദേഹസഹിതനായി ഞാൻ എന്റെ പ്രിയരെ കാണും. കാരണം 4 സാക്ഷ്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കഷ്ടത വിതറിയ ശത്രുവിന്റെ മുമ്പിലും 4 സാക്ഷ്യത്തെ പുറംകാൽ വെച്ച് അടിച്ചിട്ട് ഉടനെ ദൈവദോഷത്തിനെതിരെ ഞാൻ നിൽക്കത്തില്ല. നമുക്ക് യോബിനെടുക്കെ ചോദിക്കാം, യോബേ ഇത്ര കഷ്ടത വന്നില്ലേ? നിനക്ക് പോയിക്കൂടെ? സ്വന്തം ഭാര്യ പറഞ്ഞില്ലേ നിനക്ക് പോയിക്കൂടെ? യോബ് പറയും, ഒറ്റ പടവേ ഉള്ളൂ, ഞാൻ കർത്താവിനെ വിധിച്ചറിഞ്ഞത്. ഈ പ്രതിസന്ധിക്ക് ഉടനെ കർത്താവ് അറിയാതല്ല, കർത്താവ് അറിഞ്ഞതുകൊണ്ട് പിശാച് തങ്ങളാണെങ്കിൽ കർത്താവ് എനിക്ക് ഇരട്ടി. നഷ്ടപ്പെട്ടു പോയതുണ്ടോ? ദൈവനാമം മഹത്വത്തിന് വേണ്ടി നീ നിന്നപ്പോ നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട. തീഷ്ണതയോടുകൂടി നിന്ന് അത് ഇരട്ടിത്തരാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങ്. 4 സാക്ഷ്യം പറഞ്ഞിട്ട് പോലും കർത്തവയുടെ തീവ്രമായ അനുഭവത്തിലൂടെ
സാക്ഷ്യത്തിന് യാതൊരു വിഘ്നവും വരുത്തിയില്ല. അതുകൊണ്ട് ദൈവം ഇരട്ടി പ്രതിഫലം കൊടുത്തു. ഹലോ, ദൈവം പിടിച്ചു നിന്നോണം. ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ കട്ടറയില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ. Don't be afraid, I am with you. ഞാൻ ഉണ്ടെന്ന് കർത്താവ് നമ്മുടെ വലത്തേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ശത്രുവിന്റെ പ്രതിസന്ധികൾ വന്നാലും അതിനെ അടിച്ചമർത്താൻ ദൈവിക ശക്തി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരികയാണ്. രണ്ട് സാക്ഷ്യം സക്രിയാവിനെ എലിസബത്തിനെ നോക്കി പറഞ്ഞു. പക്ഷേ 1-ാം അധ്യായം 6-ാം വാക്യം താഴോട്ടുള്ള വാക്യങ്ങൾ രണ്ട് സാക്ഷ്യം പറഞ്ഞു. എന്നാലും ആ സാക്ഷ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ശൂന്യത അവർ അനുഭവിച്ചു. അത് തലമുറകളില്ലാത്ത ശൂന്യതയാണ്. തലമുറകളില്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇരുവരും എന്തായി? വൃദ്ധരായി, വാർദ്ധക്യമായി. ശ്രദ്ധിച്ചേ, തലമുറകൾ ഇല്ലാത്തത് കൊണ്ട് അവക്കൊരു പേര് കിട്ടി. കണ്ടോ, അവക്കൊരു പേര് കിട്ടി. എന്നാ പേര്? മച്ചി. എന്നാ പേര്? 4 ആൾക്കൂട്ടം വരുന്ന തവക്ക് വരാൻ പട്ടത്തിൽ അഥവാ വന്ന എലിസബത്ത് വന്നാൽ എന്താ പറയുന്നത്? പിന്നെ ആര് പറയും? മച്ചി വന്നെന്ന് പറയും. നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? എലിസബത്ത് മച്ചി ആകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞ് ഇരുവരും വയസ്സിൽ ചെന്ന് വൃദ്ധരായി. മച്ചി എന്നുള്ള ലേബൽ അവളുടെ ശിരസിന്മേൽ, എല്ലാവരും കേട്ടോണം, അവളുടെ ശിരസിന്മേൽ എന്താണ്? മച്ചി. ഈ ലേബൽ അഴിയണമെങ്കിൽ എന്തുണ്ടാകണം? ഹലോ, തലമുറ ഉണ്ടാകണം. സ്വതന്ത്രം. നിങ്ങളുടെ ശിരസിന്മേൽ പല വിധത്തിലുള്ള ലേബലുകൾ ശത്രു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് നിരാശ, വേദന, ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകൾ, കടഭാരം, നിന്ദകൾ, അപമാനങ്ങൾ, ചില ലേബലുകൾ. എന്നാൽ ലേബൽ മാറണമെങ്കിൽ അകത്ത് വിടുതൽ നടക്കണം. എന്റെ കൂടെ വന്നോ ഇപ്പൊ നടത്തിയേക്കാം. സ്വതന്ത്രം. ഞാനെടുത്ത വിഷയം ഇന്ന് തീരത്തില്ല, രാത്രിയിലും അതും കൂടെ സ്വന്തം തീർക്കാൻ നമ്മൾ ശ്രമിക്കാം. എല്ലാവരും മുഖം മാറ്റിയോ? രാത്രിയിലേക്ക് തീരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും രാത്രിയിൽ വരണം, നിർബന്ധമായിട്ട് വരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മച്ചി എന്നുള്ള ലേബൽ മാറണമെങ്കിൽ എന്ത് നടക്കണം? അകത്ത് തലമുറകളുണ്ടാവണം. മനസ്സിലാകുന്നുണ്ടോ? തലമുറകളില്ലാത്തടത്തോളം കാലം അവളുടെ നെറ്റിയിലുള്ള ലേഖനയില്ല. സ്തോത്രം പറഞ്ഞോണം കേട്ടോ. സ്തോത്രം. നമ്മുടെ മേൽ, നമ്മുടെ ശിരസിന്മേൽ ശത്രു പല വിധത്തിലുള്ള ലേബൽ കുത്തി മുദ്ര കുത്തിയിരിക്കുക. എന്നാൽ ആ ലേബൽ അഴിയണമെങ്കിൽ അകത്ത് കുടുംബത്തിൽ തലമുറകളുടെ വിടുതൽ നടക്കണം. തലമുറകളുടെ വിടുതൽ നടക്കാത്തടത്തോളം കാലം ലേബൽ അഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ലേബൽ അഴിയണമെങ്കിൽ വിടുതൽ വ്യാപരിക്കണം. വിടുതൽ നടക്കാത്തടത്തോളം കാലം ലേബൽ അഴിയില്ല. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചോണം. ഇന്ന് പകൽ ലേബൽ അഴിയുന്ന പകലാണ്. കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടുന്ന പകലാണ്. തലമുറകളുടെ വിടുതൽ
മച്ചി എന്നുള്ള ലേബൽ ഇന്നും ഇന്നലെ കിട്ടിയ പേരല്ല. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം 10 വർഷം സ്വതന്ത്രം കഴിയുന്നവർക്കാണ് എന്ത് കിട്ടുന്ന പേര്? മച്ചി എന്നുള്ള പേര് കിട്ടുന്നേ. കണ്ട, ഇത് വാർദ്ധക്യം വരെ അവിടെ പേര് മാറുന്നില്ല, വിടുതൽ നടക്കുന്നില്ല. അപ്പൊ മച്ചി എന്നുള്ള പേര് മാറണമെങ്കിൽ അകത്ത് കുഞ്ഞ് ജനിക്കണം. പക്ഷെ കുഞ്ഞ് ജനിക്കുന്നതിന് 2 തടസ്സം. സ്വതന്ത്രം ഒന്ന്, ഇരുവരും വൃദ്ധരായി. ഹലോ, മനസ്സിലാക്കണം. അതിന്റെ ഗഹനമേറിയ കാര്യത്തിലോട്ട് വരാൻ പോവാ. കുഞ്ഞ് ജനിച്ചാൽ മച്ചി എന്നുള്ള ലേബൽ അഴിയും. പക്ഷെ മച്ചി എന്നുള്ള ലേബൽ അഴിയണമെങ്കിൽ കുഞ്ഞ് ജനിക്കണം. കുഞ്ഞ് ജനിക്കുന്നതിന് തടസ്സം ഇരുവരും എന്തായി? വാർദ്ധക്യമായി. ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ സയൻസ് പ്രകാരമായി കഴിയാതിരിക്കുക. ഇരുവരും വൃദ്ധരായി. ഇനി മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം ഒരുമിച്ച് പറയുമ്പോൾ മച്ചി എന്നുള്ള ലേബൽ അഴിയുവോ? ഇല്ല. പക്ഷേ കർത്താവ് പറയുന്നു മച്ചി എന്നുള്ള ലേബൽ അഴിയും. ഇവരെത്ര നെഗറ്റീവ് വാക്ക് പറഞ്ഞാലും അപ്പുറത്തൊരു പോസിറ്റീവ് ഉണ്ട്. അത് കർത്താവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ദിവസം നറുക്ക് ഇതിങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം നറുക്ക് വന്നു. മന്ദിരത്തിനകത്ത് എന്ന് ധൂപം കാട്ടണം. പുരോഹിതൻ നറുക്ക് വന്നതുകൊണ്ട് പോകാതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ വേഗം നിർത്തിയേക്കാം. ഇവിടെ പ്രായമുള്ളവർ പലരുണ്ട്, ഷുഗർ ബാധിച്ച്. സ്വന്തം അതുകൊണ്ട് ആഹാരം കഴിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. സ്വന്തം അകത്ത് ധൂപം കാട്ടാൻ പുരോഹിതൻ നറുക്ക് വന്നതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ധൂപം കാട്ടുവാനുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് ആലയത്തിനകത്തോട്ട് പോവുകയാണ്. മന്ദിരത്തിനകത്തോട്ട് ശ്രദ്ധിച്ചോളാം. മന്ദിരത്തിനകത്തോട്ട് പോകാൻ ശ്രദ്ധിക്കുമ്പോൾ വരട്ടെ. മന്ദിരത്തിനകത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ പുറത്ത് ഒരുവട്ടം ജനം അവനോട് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ, പുരോഹിത നീ മന്ദിരത്തിനകത്തോട്ട് പോകല്ലേ, ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് ഓർത്തോണേ, എന്റെ വിഷയം കൂടെ ഒന്ന് ഓർത്തോണേ. എല്ലാ വിഷയത്തിനും ടാറ്റ കാണിച്ചുകൊണ്ട് ഇവൻ അകത്തോട്ട് പോവുകയാണ്. ഇപ്പൊ ആരുടെ വിഷയത്തിന് വേണ്ടി അവൻ വന്നേ? ജനങ്ങളുടെ വിഷയത്തിന് വേണ്ടി വന്നു ഇല്ലേ? ധൂപപീഠത്തിനകത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് അപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. പുറത്ത് ഒരുപറ്റം ജനം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അല്ലേ? പുറത്ത് കണ്ടോ, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളെ പോലെയല്ല സ്വന്തം അതും പറഞ്ഞ് സ്വന്തം നടക്കുകയല്ല എന്ന് പറഞ്ഞ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കാണുമല്ലോ അല്ലേ? അതും പറയല്ല, പിന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അകത്ത് പുരോഹിതൻ ധൂപം കാട്ടാൻ പോകുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ജനമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ കണ്ടോ, ധൂപം കാട്ടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് ഇറങ്ങി. എവിടെ ഇറങ്ങി? ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് ഇറങ്ങി. ഇന്നു ദൂതൻ ഇവിടെ ഇറങ്ങുക. അവനെ പ്രത്യക്ഷനായിട്ട് പറയുക, ഭയപ്പെടണ്ട സക്കറിയാവേ, ഭയപ്പെടണ്ട. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. എല്ലാവരും ഈ വയനാകത്തങ്ങോട്ട് വ്യാപരിക്കണം. ജനത്തിന്റെ വിഷയത്തിന് വേണ്ടി അവൻ ആലയത്തിനകത്ത് വന്നേ, മന്ദിരത്തിനകത്ത് വന്ന ജനത്തിന്റെ വിഷയത്തിന് വേണ്ടിയാ
നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. നാളുകളായി നിന്റെ ഉള്ളിന്റെ ഉള്ളവയിൽ ഉടനെ കിടക്കുന്ന വിഷയമുണ്ട്. ആ വിഷയത്തിന് ഉത്തരമായി ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമേ, നാളുകളായി നിന്റെ ഉള്ളിൽ പറഞ്ഞ ഉടനെ തേങ്ങളോടെ ഇരിക്കുന്ന ചില വിഷയത്തിന് ഉത്തരമായി 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 വിഷയത്തിന് ഉത്തരമായി ഉത്തരമായി എല്ലാവരും പറഞ്ഞേ എന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഈ ദൂതം കത്തും വ്യാപരിക്കണം കേട്ടോ. പ്രസവിക്കത്തില്ലെന്ന് മച്ചി എന്ന് പറഞ്ഞ് പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞ് വാർദ്ധക്യമാണെങ്കിൽ ദൂത് കേട്ടോ, നിന്റെ ഭാര്യ നിനക്കൊരു മകനെ. ഇതാ പോസിറ്റീവ് വാക്ക്. ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. എനിക്ക് മാത്രമല്ല, കുഞ്ഞിന്റെ പ്രത്യേകത വരെ ദൂതൻ പറഞ്ഞു. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഏരിയയിൽ ശക്തിയോടെ അവൻ ശുശ്രൂഷ ചെയ്യും. നിനക്ക് സന്തോഷ ഉല്ലാസം ഉണ്ടാകും. അവന്റെ ജനനത്തിക്ക് പലരും സന്തോഷിക്കും. അത്ഭുത ശക്തിയോടെ അവൻ ശുശ്രൂഷിക്കും. അത് കർത്താവിന്റെ സതി അവൻ വലിയവനാകും. വീഞ്ഞും മദ്യവും അവൻ കുടിക്കത്തിന്റെ ഏറ്റവും പരമപ്രധാനമാകുന്ന ഒരു പ്രത്യേകത, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാഭിഷേകത്താൽ അവൻ നിറയും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞിട്ട് അവൻ ദൂതനോട് ചോദിക്കുക, ഇത് എന്തോന്നിനാൽ ഞാൻ അറിയും. സഖറിയ ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും. പിന്നെ നെഗറ്റീവ്. എടാ കുഞ്ഞേ, കർത്താവ് നിന്നോട് പറഞ്ഞു അത്ഭുതം ചെയ്യുമെന്ന്, പിന്നെ നീ വൃദ്ധനാണെന്ന് പറയല്ലേ? പിന്നെ ഈ നെഗറ്റീവ് വാക്ക് പറയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സിൽ ചെന്നവിടുമല്ലോ. അല്ല, ദൈവം നിന്റെ മേലൊരു നിയോഗത്തിന്റെ കരം വെളിപ്പെട്ടാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ അസത്യ മണ്ഡലങ്ങളെ ശാസിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ പ്രവർത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെട്ടിരിക്കും. ദൈവം എനിക്ക് വേണ്ടി കരുതിയ നന്മകൾ അത് പോസിറ്റീവാക്കി കർത്താവ് തരുമ്പോൾ നെഗറ്റീവ് വാക്കുളവാക്കുന്ന ശത്രുവിന്റെ പോരുകളെ ഇന്ന് പകൽ ഞാൻ ഖണ്ഡിച്ചുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിനെ ശാസിക്കും. പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗംഭീര ദൂതനാണ്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ദൈവമാണ്. ഒരു കാര്യം ചെയ്യും, ദൂത് പറഞ്ഞത് ദൈവമായതുകൊണ്ട് ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗംഭീര ദൂതന, നിന്നോട് സംസാരിക്കുവാൻ ഈ സർവോത്തമാണ്, നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ദൂത് നിറവേറ്റും. നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരികയാ. സ്വതം തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള എന്നെ വാക്ക് വിശ്വസിക്കാത്തത് നിമിത്തം ഹല്ലേലൂയ സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ ഊമനായിരിക്കും. നീ മൗനമായിരിക്കും. അവൻ കൊടുത്തതാ. ദൂത് പുറത്തു വരും. ഇത് ഞാനാ പറഞ്ഞേ. ആര് പറയാ? ദൂതം പറയും, ഇത് ഞാനാ പറഞ്ഞു. ഇത് കർത്താവിനോട് പറഞ്ഞപ്പോൾ പറയില്ല. നീ ദൂതിന്റെ മുൻപാകെ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ നിനക്കൊരു പണിഷ്മെന്റ് തരിക. പുറത്തു വരുന്നത് വരെ മൗനമായിരിക്കും. ദൈവിക ദൂതിനെ പുറക്കാൻ വെച്ച് അടിക്കരുത് കേട്ടോ. അടിക്കത്തില്ല നിങ്ങൾ, എനിക്കറിയാം. വിശ്വസിച്ചുകൊണ്ട് ദൂതിനെ ഏറ്റെടുക്കുന്ന ഒരു അനുഭവമാക്കി കർത്താവ് നിങ്ങളെ കൊടുക്കണം. അകത്തോട്ട് പോയതിനെ പോലല്ല പുറത്തോട്ട് വരുന്നത്. അവൻ മൗനമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പുറത്ത് വന്നാലോട് സംസാരിക്കാതെ, അവൻ വീട്ടിൽ വന്നാലോട് സംസാരിക്കാതെ
ഇരുന്നവനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എലിസബത്തിന്റെ നിർജീവമാകുന്ന ശരീരത്തിൽ, ഉദരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. അടുത്ത വാക്യങ്ങൾ മുൻപോട്ട് വരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ ചുരുക്കുക ഇവിടെ. അവൾ ഇങ്ങനെ പറഞ്ഞേ, മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള എന്റെ നിന്നയെ കണ്ടോ, മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ആ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള നിന്ന എന്താ? വാർദ്ധക്യമാണെങ്കിലും പേര് മാറിയില്ല. മച്ചി എന്നുള്ള ലേഖൻ കർത്താവ് അഴിച്ചു മാറ്റി. അതാണ് മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള എന്റെ നിന്നെ കർത്താവ് മാറ്റാൻ എന്നെ കടാക്ഷിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് നിന്റെ ലേബൽ അടിക്കും കേട്ടോ. ഉടനെ ഏത് ലേബലാണെങ്കിലും കർത്താവിന് വിഷയമല്ല. ഇന്ന് മുതൽ ലേബൽ അഴിയുന്ന പകലാണ്. നെഗറ്റീവ് വാക്കുകളെ അടിച്ചു മാറ്റിയിട്ട് പോസിറ്റീവ് വാക്കുണ്ടാകത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനോ കരങ്ങൾ ഉയർത്തി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ദൈവസന്നിധി ഒരു നിമിഷവും നേരിടാം. എനിക്കറിയാൻ സമയം പോയി. എന്നാൽ ആത്മാവിന്റെ ഒരു പ്രവാഹം ഇവിടെ ശക്തമായി പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. ഒരു മിനിറ്റ് നിങ്ങൾ ഹൃദയങ്ങളെ ഇന്ന് പകൽ